നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കളക്ടറേറ്റ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പുഷ്പാർച്ചന നടത്തി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കന്നി 20 പെരുന്നാളിന് തുടക്കമായി 10,000 വിശ്വാസികളാണ് കാൽനടയായും അല്ലാതെയും ഒഴുകിയെത്തിയത്. നിർധന കുടുംബത്തിന് കൈത്താങ്ങായി തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയും KSEBയും ഇടിവട്ടിയിൽ താമസിക്കുന്ന തങ്കമ്മ രാമകൃഷ്ണന്റെ ഭവനത്തിലാണ് സൗജന്യമായി വയറിംഗ് പൂർത്തീകരിച്ച് വൈദ്യുതീകരണം നടത്തിയത്. കേരള കോൺഗ്രസ് എം പാർട്ടിക്കെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി. IMAയുടെ തൊടുപുഴ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. IMAയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R. രമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കളക്ടറേറ്റ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പുഷ്പാർച്ചന നടത്തി. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ADM ബൈജു P. ജേക്കബ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി കന്നി 20 പെരുന്നാളിന് തുടക്കമായി. 10,000 വിശ്വാസികൾ ഒഴുകിയെത്തി. നിരവധി പേർ കാൽനടയായാണ് എത്തിയത്. കാൽനടയായി എത്തിയ തീർത്ഥാടകർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് EM ജോണി നിർവഹിച്ചു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് 339 ഓർമ്മ പെരുന്നാളിന് തീർത്ഥാടകർ എത്തിയത്. ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഏറെ പേർ കാൽനടയായി എത്തിയിരുന്നു. കന്നി 20 പെരുന്നാളിന് പരിശുദ്ധ എൽദോമാർ ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹം തേടിയെത്തുന്നവരിൽ ജാതിമത ഭേദമില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട്. സുരക്ഷയ്ക്കായി ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന, മൂവാറ്റുപുഴ DYSP ബൈജു P, കോതമംഗലം ഇൻസ്പെക്ടർ TP ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ 700 പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയോഗിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ്, റവന്യൂ, നഗരസഭ, ഫയർഫോഴ്സ് അധികൃതരുടെ നേതൃത്വത്തിൽ മറ്റു പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. കന്നി 20 പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലത്ത് കാൽനടയായെത്തിയ തീർത്ഥാടകർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ചെറുപള്ളി ഉണ്ണിയപ്പവും വെള്ളവും വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ബഹുമാനപ്പെട്ട കോതമംഗലം വ്യാപാരി വ്യവസായി എറണാകുളം ജില്ലാ വായ്പത്തിൻ്റെ ഓടിച്ചാണ് നിർവഹിച്ചത്. കാലാകാലങ്ങളിൽ കോതമംഗലത്ത് വരുന്ന വിശ്വാസികൾക്ക് നാനാജാതി നഷ്ടപ്പെട്ട വിശ്വാസികൾക്ക് ഈ വ്യാപാരി വ്യവസായ സമിതി ഈ കാര്യങ്ങൾ വ്യക്തിഗത പാഠ്യങ്ങളും കോതമംഗലത്തവർക്ക് എല്ലാ വിശ്വാസികൾക്കും ഏകോപന സമിതിയുടെ ആശംസകൾ. വിതരണ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് EM ജോണി നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് MP, സെക്രട്ടറി ഷിൻഡോ ഏലിയാസ്, ട്രഷറർ KK വിശ്വനാഥൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റെജി മാനുവൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലില്ലി തോമസ്, ബെന്നി വർഗീസ്, ചന്ദ്രശേഖരൻ TS, സാജൻ പീറ്റർ, സലീം M, ബെന്നി ജോർജ്,
സാമുവൽ DP, അലി KM, ഷമീർ മുഹമ്മദ്, നാസർ KM എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 4-നാണ് കന്നിരുപത പെരുന്നാൾ അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നിർധന കുടുംബത്തിന് കൈത്താങ്ങായി തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയും KSEBയും. ഇടവെട്ടിയിൽ താമസിക്കുന്ന തങ്കമ്മ രാമകൃഷ്ണന്റെ ഭവനത്തിലാണ് സൗജന്യ വയറിംഗ് പൂർത്തീകരിച്ച് വൈദ്യുതീകരണം നടത്തിയത്. സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാലു ബറീസ് നിർവഹിച്ചു. തൊടുപുഴയിലെ നിർധന കുടുംബത്തിന് കൈത്താങ്ങായി ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയും KSEBയും ചേർന്ന് സൗജന്യ വൈദ്യുതീകരണം നടത്തി. ഇടവെട്ടിയിൽ താമസിക്കുന്ന തങ്കമ്മ രാമകൃഷ്ണന്റെ വീട്ടിലാണ് സൗജന്യമായി വൈദ്യുതീകരണം നടത്തിയത്. തൊടുപുഴയിൽ കൂട്ടായ്മ നടത്തുന്ന ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൗജന്യ വൈദ്യുതീകരണം നടത്തിയത്. കൂട്ടായ്മയിലെ അംഗങ്ങളായ അനീർ, മാർട്ടിൻ ജോസഫ്, ജോബി, രാജു, ടെലസ് മാത്യു എന്നിവർ ചേർന്നാണ് വയറിംഗ് പൂർത്തീകരിച്ചത്. ഇതിനുശേഷം KSEB ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വൈദ്യുതി കണക്ഷന് വേണ്ട നടപടികൾ അതിവേഗം പൂർത്തിയാക്കി. ഇതിനുവേണ്ടി KSEBയിലെ എഞ്ചിനീയർ ജയനാണ് മുൻകൈയെടുത്തത്. വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വേണ്ടി സബ് എഞ്ചിനീയർ ബാലു വർഗീസ്, ലൈൻമാൻ നിസാർ എന്നിവരാണ് സ്ഥലത്തെത്തിയത്. കനത്ത മഴ പോലും അവഗണിച്ചുകൊണ്ടാണ് കർമ്മോത്സുകരായ KSEB ജീവനക്കാർ വൈദ്യുതി കണക്ഷന് വേണ്ട ജോലികൾ പൂർത്തീകരിച്ചത്. സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാലു വർഗീസ് നിർവഹിച്ചു. വൈദ്യുതി കണക്ഷൻ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് തങ്കമ്മ രാമകൃഷ്ണൻ പറഞ്ഞു. ആ വീട് രണ്ടാമത്തെ മോൻ്റെ വീട്ടിലാണ്. മോൻ വിൽക്കുക. അപ്പോൾ തന്നെ എനിക്കൊരു ആവശ്യമുണ്ട്. എൻ്റെ ഇളയ മോൻ മരിച്ചു. ഇളയ മോൻ്റെ വീട്ടിലുള്ള സ്ഥലമില്ല. ഞാനിവിടെ ഇത് കെട്ടി വെച്ചതാണ്. മറ്റെല്ലാം പറ്റിയിട്ടില്ല. പറഞ്ഞു ആ വീട്ടിൻ്റെ കാര്യം അടയ്ക്കാൻ വേണ്ടി ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു ഒരു അപേക്ഷ വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി കടയിൽ ഈ കാഞ്ഞിട്ടങ്ങോലയിൽ ഇവിടുത്തെ ചെറുക്കൻ്റെ കടയുണ്ട്. ആ കടയിൽ നിന്നെല്ലാം പേപ്പറെല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ചെറുക്കനെ എല്ലാം പൂരിപ്പിച്ചു തന്നു. അന്ന് ജെയിൻ സാറുമായിട്ട് ഇടയ്ക്ക് വേണ്ടിയിരിക്കുമായിരുന്നു. സാറാണ് എനിക്ക് ഇടാൻ വെട്ടിയത് വെക്കാൻ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. സാറ് എന്നിട്ട് കട്ട ഇറക്കി സിമെൻറ്റ് ഇറക്കി അപ്പോൾ ഇത് പണിക്കാരൻ വൈദ്യുതീകരണത്തിന് മുൻകൈയെടുത്ത KSEB ഉദ്യോഗസ്ഥരെ അനുമോദിച്ചുകൊണ്ട് ചടങ്ങിൽ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളായ ടെലസ് മാത്യു, മാർട്ടിൻ ജോസഫ്, രാജു എന്നിവർ സംസാരിച്ചു. ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടതായി കൺവീനർ ടെലസ് മാത്യു, സെക്രട്ടറി ഫാസിൽ, അനീർ, മാർട്ടിൻ ജോസഫ്, രാജു കാഞ്ഞിരമറ്റം, ജോബി മുതലക്കോടം, ഹരി PS, ഹാഷിം, വിജയകുമാർ, ഷിനു തോമസ് എന്നിവർ അറിയിച്ചു. ഈ വീടിൻ്റെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയതിൽ ഞങ്ങളുടെ കൂട്ടായ്മ തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് സൗജന്യമായി വയറിംഗ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ KSEBയിലെ ജയൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ചെയ്യുകയുണ്ടായത്. ഇന്ന് ഈ വീട്ടിൽ വൈദ്യുതീകരണം പൂർത്തിയായിരിക്കുകയാണ്. അതിൽ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകുമെന്നും കൂട്ടായ്മയിലെ പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. കേരള കോൺഗ്രസ് എം പാർട്ടിക്കെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി. തെറ്റിദ്ധാരണജനവും അപകീർത്തികരവുമായ പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്ന ജോസഫ് വിഭാഗം ഇനിയും ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജില്ലയിലെ CHR ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങളിലും കൃത്യമായ നിലപാടെടുക്കുകയും ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ പ്രായോഗികമായി കൊണ്ടുവരുന്നതിനും നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് നടത്തിയ അപവാദ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേരള യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി പറഞ്ഞു. പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോമോൻ കൊടിപ്പാറ ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നു. അതിനവർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങളാണ് ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡ്, ചെറുതോണി KSRTC കോംപ്ലക്സ്, അതോടൊപ്പം തന്നെ ചെറുതോണിയുടെ വഴിയുടെ വീതി കൂടുന്ന പാറപൊട്ടിക്കൽ, ഇടുക്കി മെഡിക്കൽ കോളേജ്, CHRുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജലജീവൻ വിഷയങ്ങൾ, വന്യജീവി ആക്രമണം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയെല്ലാം. ഇതിലെല്ലാം പ്രിയപ്പെട്ട മിനിസ്റ്റർ അമ്പേ പരാജയമാണ് എന്ന തലത്തിൽ വ്യാജ വാർത്തകൾ നൽകുന്ന ഒരു ഗൂഢസംഘമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരെ പ്രവർത്തിക്കുന്നത്. അതിന് ഓരോന്നിനും വെച്ച് ഈ തൊടുപുഴയിൽ വന്ന് മറുപടി പറയുവാനാണ് യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്.
ഒന്നാമതായി ഇടുക്കി മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ, 2014 കേരളത്തിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഏക മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജാണ്. നിങ്ങൾക്ക് ആ കണക്കുകൾ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം 50-ൽ പരം പുതിയ ഡോക്ടർമാരുടെ നിയമനം ഉത്തരവായി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അധ്യയന വർഷം മുതൽ നഴ്സിംഗ് കോളേജ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ അധ്യയന വർഷം നമ്മുടെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് വന്നിരുന്ന മെഡിക്കൽ കോളേജ് MBBS വിദ്യാഭ്യാസം ഇവിടെ പുനരാരംഭിക്കുകയും 100ഓളം പേർ പഠിച്ചു വരികയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 100% വിജയനിരക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിനുണ്ട് എന്നുള്ളതും ദിനം പ്രതി 1000ഓളം സാധാരണക്കാരായ ആളുകൾ മെഡിക്കൽ കോളേജിന്റെ സേവനങ്ങൾ ലഭ്യമായി തിരികെ പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. 2, ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചു. പ്രിയപ്പെട്ട ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് അറിയുന്നതിന് അങ്ങയുടെ പാർട്ടിയുടെ ചെയർമാൻ ജലസേചന വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തൊടുപുഴയിലോ ഈ ജില്ലയിലോ ഏതെങ്കിലും ബൃഹത്തായ പദ്ധതികൾ ഉണ്ടായി വന്നിട്ടുണ്ടോ? ഇന്ന് അങ്ങയുടെ പാർട്ടി ചെയർമാൻ MLA ആയിരുന്ന തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പോലും ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാരാണ്? കേരള ജലസേചന വകുപ്പ് മന്ത്രി, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ റോഷി അഗസ്റ്റിനാണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫ് വിഭാഗം ഇനിയും ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ സി അഗസ്റ്റിൻ, ജോണി കുന്നപ്പള്ളി, സാജൻ കൊച്ചുപറമ്പിൽ, റോയ്സൺ കുഞ്ഞാലിൽ, അനിൽ കോലോത്ത്, അനീഷ് ആന്റണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഹരിത സ്ഥാപന പ്രഖ്യാപനവും നടന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടികൾ പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നടന്നത്. ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ബ്ലോക്ക് പഞ്ചായത്ത് പരിസര ശുചീകരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളായ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ഓഫീസ്, വനിതാ ശിശു വികസന ഓഫീസ്, ക്ഷീരവികസന വകുപ്പ് ഓഫീസ്, LSGD എന്നിവയുടെ മേധാവികളും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയാണ് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതചട്ടം പാലിക്കുന്നതിനായുള്ള പ്രഖ്യാപനവും പരിപാടികളുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ഒരു ജനകീയ ക്യാമ്പയിൻ 2024 ഒക്ടോബർ 2 ആരംഭിച്ച് 2025 മാർച്ച് 30 അവസാനിക്കുന്ന ഒരു ശുചീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകളും അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനമായി പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ ഓഫീസുകൾ ഹരിത ചട്ടപ്രകാരം പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന കാലയളവുകളിലും അതോടൊപ്പം തന്നെ മുന്നോട്ടും ഇതൊരു ഹരിത സ്ഥാപനമായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആ ഒരു തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഇതെവിടെ ഇറങ്ങിയാലും മാലിന്യം വലിച്ചെറിയുന്ന ഒരു സംസ്കാരമാണ് നമ്മളിൽ നിലനിൽക്കുന്നത്. കുറെ കാലങ്ങൾ മുമ്പ് തന്നെ നമ്മൾ മാലിന്യ സംസ്കരണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസുകളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തുന്നു. എത്രയൊക്കെയാണെങ്കിലും എന്റെ മാലിന്യം ഞാൻ തന്നെ സംസ്കരിച്ചതിൽ ഞാൻ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, ആ ഒരു രീതിയിൽ നമ്മൾ ബോധവാന്മാരായെങ്കിൽ മാത്രമേ സമൂഹം ഇന്ന് ഈ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മാലിന്യം കൊണ്ട് നമുക്കറിയാം എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ മാലിന്യ കൂമ്പാരങ്ങളും അതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. നമ്മൾ ഇടുക്കി ജില്ലയില് ജില്ലാ ആസ്ഥാനമായ ഇവിടെയും നമുക്കറിയാം മാലിന്യ കൂമ്പാരങ്ങൾ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് BDO സൈലേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എബി തോമസ്, ആലീസ് വർഗീസ്, ഡോളി സുനിൽ, HC ജോഷി കരിവേലിൽ, CDPO ഷിജിമോൾ KS ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ഗാന്ധി ജയന്തി ദിനത്തിലും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഗാന്ധി പ്രതിമയോടുള്ള അവഗണന ഖേദകരമാണെന്ന് ഗാന്ധി ദർശൻ വേദി കോൺഗ്രസ് നേതാക്കൾ. ഇതേ തുടർന്ന് ഗാന്ധി ദർശൻ വേദി കോൺഗ്രസ് നേതാക്കൾ പ്രതിമ വൃത്തിയാക്കി. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ഹാരമണിയിച്ചു. ഗാന്ധി ദർശൻ വേദി നിയോജക മണ്ഡലം ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിലെ കരിഞ്ഞുണങ്ങിയ മാലയൊന്നു മാറ്റുവാനോ പ്രതിമയും പരിസരവും വൃത്തിയാക്കുവാനോ തൊടുപുഴ മുനിസിപ്പൽ ഭരണസമിതി തയ്യാറാകാത്തത് ഖേദകരമാണെന്ന് ഗാന്ധി ദർശൻ വേദി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തുടർന്ന് ഗാന്ധി ദർശൻ വേദി കോൺഗ്രസ് നേതാക്കൾ പ്രതിമ വൃത്തിയാക്കി. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ഹാരമണിയിച്ചു. ഗാന്ധി സന്ദേശവും നൽകി. ഇവിടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഇന്ന് ഗാന്ധി ദർശൻ വേദിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നടത്തുന്ന ഹാരാർപ്പണം ഒരു പ്രതീകാത്മകം കൂടിയാണ്. രാജ്യം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന, ഇന്ത്യയുടെ മനസ്സാക്ഷിയായ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ പ്രതിമയ്ക്ക് മുമ്പിൽ ആ പ്രതിമ ഇന്ന് ഗാന്ധി ജയന്തി ദിനമായി അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഈ മുനിസിപ്പാലിറ്റി അധികാരികൾ കാണിക്കാത്ത ദുഷ്കരമായ നടപടികൾ അതൊരു വലിയ രാഷ്ട്രപിതാവിനോടുള്ള അവഹേളനയായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഗാന്ധി ദർശൻ വേദി കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മഹാത്മജിയുടെ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഹാരാർപ്പണം നടത്തി. ആ പ്രതിമയിൽ ഞങ്ങൾ ഒരു പൂമാല ചാർത്തി. ഇപ്പോൾ എത്രയോ തിളക്കമുള്ള മഹാത്മജിയാണ് കാണാൻ കഴിയുന്നത്. ഗാന്ധിജിയോടുള്ള മുനിസിപ്പാലിറ്റിയുടെ അവഹേളനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഗാന്ധിജിയോടുള്ള ഞങ്ങളുടെ കോൺഗ്രസ് കൂട്ടായ്മയുടെ, കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഈ ജന്മദിനാഘോഷം ഞങ്ങൾ യോഗത്തിൽ ഗാന്ധി ദർശൻ വേദി നിയോജക മണ്ഡലം ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TJ പീറ്റർ, ടോമി പാലക്കൽ, ജോയി മൈലാടി, ജീവൻ നന്ദകുമാർ, റോബിൻ മൈലാടി, PV അച്ചാമ, ജയകുമാർ TN, സുരേഷ് രാജു, സലീം NA, അനസ് ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു പുഷ്പാർച്ചന നടത്തി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിരവധി പേർ പങ്കെടുത്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു പുഷ്പാർച്ചന നടത്തി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഭാവി ലോകം വിശ്വസിക്കുമോ എന്ന് സംശയിക്കുന്നത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനായിരുന്നു. അത്രമാത്രം വിരോധാഭാസം കലർന്ന ചില മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത ഗാന്ധിജിയാണ്. അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും ശക്തിമത്തായ ബോംബുകൾ ലോകത്തിന് സംഭാവന ചെയ്ത യോഗി വര്യൻ. സൂര്യസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തോട് പൊരുതാനും കുതിരപ്പട്ടാളത്തിൻ്റെ കുളമ്പടിക്ക് മുമ്പിൽ ജീവത്യാഗം ചെയ്യുവാനും ജനകോടികളെ പഠിപ്പിച്ച ആ മനുഷ്യ സ്നേഹി ഗാന്ധിജി ഇന്ന് നമ്മോടൊപ്പമില്ല. ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രയാണം ഗോപാലകൃഷ്ണനെ കൊടുത്ത നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ആ ഗുരുവിനെ ആസ്വദിച്ചുകൊണ്ട് രാജ്യത്ത് രണ്ടാം ക്ലാസ് യാത്രക്കാരനായി ട്രെയിനിലൂടെ യാത്ര ചെയ്ത് ലോകത്തെ കാണുവാൻ കഴിഞ്ഞ ആ ദേശീയ നേതാവ്, ലോകത്തിൻ്റെ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമാണ്. അന്ന് മഹാത്മജി ഉയർത്തിപ്പിടിച്ച മൂല്യം ലോകത്ത് അഹിംസയുടെയും സത്യഗ്രഹത്തിൻ്റെയും ആ മുദ്രാവാക്യത്തിൻ്റെ കുടിക്കുറ എത്തിക്കൊണ്ടാണ് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും യാത്ര ചെയ്യുന്നത്. ഇത് നമുക്കറിയാം. രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടം തയ്യാറായി നിൽക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം അഴിമതിയിൽ മുൻകൂട്ടി നിൽക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ രാഷ്ട്രം ഇന്ന് കാണുകയാണ്. ഗാന്ധി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ലോകാവസാനത്തോളം ഉണ്ടാകും. ഗാന്ധിജി പിറന്ന മണ്ണിൽ ജനിച്ചതാണ് ഓരോ ഭാരതീയന്റെയും സൗഭാഗ്യവും അഭിമാനവുമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണത്തിൽ പ്രസ്താവിച്ചു. മഹാത്മജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര സമാധാനവുമായി ലോകം ആചരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് കൈവന്ന അമൂല്യമായ അംഗീകാരമാണെന്നും ലോകം വീണ്ടും മഹായുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഗാന്ധിയും ദർശനങ്ങൾ എക്കാലത്തേക്കാൾ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യവും ഐക്യവും അഖണ്ഡതയും പരിപാവനമായ മതേതരത്വവും പോലും ഏൽക്കാതെ കാത്തുസൂക്ഷിക്കും
സൂക്ഷിക്കുവാനും വിഘടനവാദികൾക്കും വർഗീയ പ്രതിലോമ ശക്തികൾക്കും ഭീകരവാദികൾക്കും KPCC മെമ്പർമാരായ MK പുരുഷോത്തമൻ, നിഷ സോമൻ, ജോയി മൈലാടി, TJ പീറ്റർ, ജാഫർ ഖാൻ മുഹമ്മദ്, ടോമി പാലക്കൽ, സുരേഷ് രാജു, VG സന്തോഷ് കുമാർ, പൗലോസ്, KG സജിമോൻ, KP റോയ്, റോബിൻ മൈലാടി, PV അച്ചാമ, സജയ് കുമാർ, AK സുഭാഷ് കുമാർ, സെബാസ്റ്റ്യൻ മാത്യു, ജോസഫ് മാണി, സിബി ജോസഫ്, ഷെരീഫ് പാലമല, ജോർജ് ജോൺ തുടങ്ങിയവർ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കാനുള്ള ജനകീയ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതിയും ശുചിത്വവും സംബന്ധിച്ച അശ്രദ്ധ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഗാന്ധിയൻ ചിന്തകളിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് മാലിന്യമുക്ത നവകേരളം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പദയാത്രകൾ, ഹരിത ചെക്ക് പോസ്റ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് നടത്തുന്നത്. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 വരെ നീളുന്ന പ്രചരണ പരിപാടിയിൽ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ വൃത്തിയാക്കുന്നതിനുള്ള ജനകീയ പ്രചാരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യമുക്ത കേരളത്തിലുള്ള സമഗ്രമായ ഒരു ക്യാമ്പയിനാണ് ഇന്ന് തുടങ്ങുന്നത്. ഒക്ടോബർ 2 ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ 2025 മാർച്ച് 30 വരെ. ഒരുപക്ഷെ ഇത്ര നീണ്ട ഒരു ക്യാമ്പയിൻ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അപ്പോൾ ഒരു ദിവസം കൊണ്ടാകാവുന്നതല്ല. പരിശ്രമകരമായിട്ടുള്ള വലിയ നേട്ടം കൈവരിക്കാൻ ധാരാളം ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. നല്ല അവയർനെസ് കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കുക. ഇതിൻ്റെ അപകടത്തിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിയുന്ന ക്യാമ്പയിനായി തന്നെ ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ക്യാമ്പയിനിൽ എല്ലാവരും ഒത്തുചേരുന്നത്. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ ക്യാമ്പയിനായി മാറുകയാണ്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ അജയ് P. കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ, കുടുംബശ്രീ കോർഡിനേറ്റർ CR മിനി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KR ഭാഗ്യരാജ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹരിത കലാലയങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രം, മാതൃകാ ഹരിത സ്ഥാപനം എന്നിവയുടെ പ്രഖ്യാപനങ്ങളും മന്ത്രി നടത്തി. ടെക്നിക്കൽ കോളേജ് നെടുങ്കണ്ടം, മറ്റേതാണ് ന്യൂമാൻ കോളേജ് തൊടുപുഴ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. IMAയുടെ തൊടുപുഴയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. IMAയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R. രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റായി ഡോക്ടർ സോണി തോമസും സെക്രട്ടറിയായി ഡോക്ടർ ജെറിൻ റോമിയോയും ട്രഷററായി ഡോക്ടർ M. ആദർശും ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അജോ K. ജോസ് ഉൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റു. IMA തൊടുപുഴയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം IMA ഹൗസ് നടുക്കണ്ടത്ത് സംഘടിപ്പിച്ചു. IMAയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R. രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. I'm not going to speak much about Indian Medical Association, its activities, or what it serves for the community of the profession. Because we have already stalwarts here like Dr. Margaret Williamson, Dr. Sri Kumar Vasudev, Dr. Abraham, all the past 10 presidents and national leaders of repute.
who will be talking to you definitely on the organization. And there are a lot of array of leaders who are to talk after me. But friends, what has fascinated me here after I have reached here is when I reached here, I think unknowingly I said, wow, what a beautiful place. First I must congratulate IMA Thodupuzha branch members, their family members, everyone for this wonderful hall you have constructed. A wonderful ambience to get even outside the hall. It is really fascinating me. And definitely it's one of the most beautiful places to come as far as the Indian Medical Association is concerned. And Thodupuzha has always been a very dynamic, very active branch. We have seen this secretary, how it was difficult for him to limit his annual activity report in the stipulated timings given. Because Thodupuzha branch has done that many of activities almost on a day-to-day basis, and it's one of the most dynamic branch definitely. പ്രസിഡന്റായി ഡോക്ടർ സോണി തോമസും സെക്രട്ടറിയായി ഡോക്ടർ ജെറൻ റോമിയോയും ട്രഷററായി ഡോക്ടർ എം ആദർശും ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ അജോ കെ ജോസ് ഉൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റു. I, Dr. Sonny Thomas, will faithfully execute the duties of the President of IMA Thodupuzha branch to the best of my ability without fear of failure. I will abide by the rules and bylaws of the association and serve as a living example of the association's philosophy and belief, and shall uphold the dignity of the office at all times. So here it is, I, the presidential chair. We IMA members will be like a family who support each other in joys and sorrows. Any member who needs support or help can approach the PSC and we will be there for you. We have to continue our membership campaign to reach our young doctors, and we need to make sure our doctors who work in and around Thodupuzha are members of our branch. I request all our IMA members to join the various schemes of IMA, especially the social security schemes and the health schemes. For the next IMA year, we are planning to conduct 2 monthly meetings, one CME meeting which will be held second Wednesday of every month, and general body family meeting which will be conducted last Thursday of every month. I request all our members to attend these meetings. Regarding IMA 2, we plan to conduct 2 IMA 2s this year, one international and one national tour. In my mind, I have various projects for the next IMA year. We would like to do more community activities with the help of socially committed organizations. We are planning to conduct medical camps, especially in the tribal areas in and around Thodupuzha. മുൻ IMA നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന നേതാക്കന്മാരായ ഡോക്ടർ ശ്രീകുമാർ വാസുദേവൻ, ഡോക്ടർ എബ്രഹാം വർഗീസ്, ഡോക്ടർ ശ്രീവിലാസൻ, ഡോക്ടർ MN മേനോൻ, ഡോക്ടർ ജെയിൻ ചിമ്മൻ, ഡോക്ടർ ജോസ് കോക്കാട്ട്, IMA തൊടുപുഴ ഭാരവാഹികളായ ഡോക്ടർ ജേക്കബ് CV, ഡോക്ടർ എബ്രഹാം C. പീറ്റർ, ഡോക്ടർ സുദർശൻ K, ഡോക്ടർ അജി PN, ഡോക്ടർ തോമസ് എബ്രഹാം, ഡോക്ടർ കിം ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. നമുക്ക് ഇന്ന് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമുക്ക് ഇന്ന് ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ PSC അൺഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ ഏറ്റവും ന്യൂ വേർഷനായിട്ടുള്ള ഡോക്ടർ സോണിയാണ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. ഒരു പീഡിയാട്രീഷ്യൻ എന്നുപരി അദ്ദേഹത്തിന്റെ മൾട്ടി ടാലന്റഡ് ടാസ്കിങ് ഹീസ് വെൽ നോൺ ഫോർ ദാറ്റ്. നമ്മുടെ 2 IMA വിദേശത്തിന്റെ കോർഡിനേറ്റർ, അതുപോലെ തന്നെ ഏത് കാര്യം ഇപ്പോൾ സോളാർ വേണം സോളാർ, പുതിയ മൊബൈൽ വേണമെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ്, EV വേണം EV. പിന്നെ കഴിഞ്ഞ ദിവസം വാഗമണിലൊക്കെ ഒരു ഡ്രോൺ വന്ന് ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്രതീക്ഷിതമായിരുന്നു. അതുപോലെ തന്നെ ഏത് മേഖലയിലും എന്തും ഇവിടെ പലതും സംഭവിക്കാൻ പോകാറുള്ളത് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഇതുപോലെ തന്നെ IMA ഓപ്പോസിറ്റാണ് ഡോക്ടർ സോണി താമസിക്കുന്നത് എന്ന് ഡോക്ടർ സോണിയുടെ വീഡിയോ തന്നെ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് നമ്മുടെ IMA ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിന്റെ വാച്ച് ടവർ.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. SBCയുടെയും ഇടുക്കി ജില്ലാ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ചെറുതോണിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS ലഹരി വിരുദ്ധ സന്ദേശം നൽകി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിന്റെയും ഇടുക്കി ജില്ലാ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ചെറുതോണിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ലോകത്തിൻ്റെ ആകമാകണം ആദരവ് ഏറ്റുവാങ്ങിയ ലോകത്തെ ചിന്താഗതികളെ തന്നെ ഏറെ ഇൻസ്പയർ ചെയ്തൊരു ആത്മാവ് കൂടിയാണ്. ട്രൂത്തും നോൺ വയലൻസും എന്ന അദ്ദേഹം മുഴുവൻ പിടിച്ച ആദർശമാണ്. അദ്ദേഹത്തിൻ്റെ ഏറെ ഇൻസ്പയർ ചെയ്തൊരു കോട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിൽ എന്ത് മാറ്റമാണോ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തന്നെയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ലഹരി മരുന്നിൻ്റെ ഇടപെടലുകൾ, ലഹരി മരുന്നിന് അടിമപ്പെട്ട യുവാക്കളുടെയൊക്കെ ഒരുപാട് കണക്കുകളും നമുക്ക് കൂടി വരികയാണ്. അപ്പം അതിനെതിരെ നമ്മൾ ശക്തമായി മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ലഹരി മരുന്നിന് അടിമപ്പെടുകയില്ല എന്ന ഉറച്ച തീരുമാനം ആർജവത്തോടെ നമ്മൾ എടുക്കേണ്ടത്. ഇടുക്കി ജില്ലാ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രീനാഥ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി ജില്ലാ ADL SPയും SPC പ്രോജക്ട് ജില്ലാ നോഡൽ ഓഫീസറുമായ ശ്യാംലാൽ D, ഇടുക്കി ജില്ലാ സബ് ഡിവിഷൻ DYSP ജിൽസൺ മാത്യു, ഇടുക്കി പോലീസ് സ്റ്റേഷൻ SHO സന്തോഷ് സജീവ് എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. MRS പൈനാവിലെയും SGHS വാഴത്തോപ്പ് സ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും DIമാരും CPO ACPOമാരും പോലീസ് ഉദ്യോഗസ്ഥരും സെൽഫ് ഡിഫൻസ് അംഗങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. SPC നോഡൽ ഓഫീസർ ശ്യാംലാൽ D സ്വാഗതവും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഓഫീസ് സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ബിസിനസ് ന്യൂസ്. ഗലീലിയൻ ഡെക്കേഴ്സ് ആൻഡ് ഇവന്റ്സിന്റെ നവീകരിച്ച സ്ഥാപനം വിപുലീകരിച്ച സേവനങ്ങളുടെ വണ്ണപ്പുറം തിയേറ്റർ ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശം ചൂരക്കുഴിയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേജ് ഡെക്കറേഷൻസ്, പന്തൽ, കേറ്ററിംഗ് സർവീസ്, പഗോഡ ടെന്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ബലൂൺ ഡെക്കറേഷൻസ് മുതലായ സേവനങ്ങൾ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളി വികാരി ഡോക്ടർ ജിയോ തടിക്കാട്ട് നിർവഹിച്ചു. ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴയും നിർവഹിച്ചു. ഗലീലിയൻ ഡെക്കേഴ്സ് ആൻഡ് ഇവന്റ്സിന്റെ നവീകരിച്ച സ്ഥാപനം വിപുലീകരിച്ച സേവനങ്ങളോടെ വണ്ണപ്പുറം തിയേറ്റർ ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശം ചൂരക്കുഴിയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേജ് ഡെക്കറേഷൻസ്, പന്തൽ, കേറ്ററിംഗ് സർവീസ്, പഗോഡ ടെന്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ബലൂൺ ഡെക്കറേഷൻസ് മുതലായ സേവനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കൂടാതെ മേശ, കസേര, പടുത, ജനറേറ്റർ എന്നിവ വാടകയ്ക്കും ലഭ്യമാകുന്നു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം വണ്ണപ്പുറം മാർസ്ലിവ ടൗൺ പള്ളി വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ജിയോ തടിക്കാട്ട് നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം വളരുന്ന മുന്നേറ്റത്തിൽ ഭാഗവാക്കാകുവാൻ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ഗലീലിയ ഡെക്കേഴ്സ് ആൻഡ് ഇവന്റ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുവാൻ ആദ്യമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും മറ്റുള്ള എല്ലാ സഹകരണങ്ങളും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകണം എന്ന് വളരെ വലിയ പരിശ്രമം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ചടങ്ങിൽ റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി.
വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ വിഭവ സമാഹരണത്തിലൂടെ കൂടുതൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് വടക്കേടത്ത്, വാർഡ് മെമ്പർ റഷീദ് തോട്ടുങ്കൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി കളപ്പുരയ്ക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റിന് വേണ്ടി ഫ്രാൻസിസ് ചെറുകുന്തൽ, ജിയോ ചെറുപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കാളിയാർ മുള്ളംകുത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ബൈജു അഴിക്കണ്ണിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി KPCC ആഹ്വാനപ്രകാരം സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന ഗാന്ധി സ്മൃതി സംഗമത്തിന്റെ ഭാഗമായി കാളിയാർ മുള്ളൻകുത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. DCC ട്രഷറർ ഇന്ദു സുധാകരൻ സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതേപോലെ ഒക്ടോബർ 2 നമ്മുടെ എല്ലാം മഹാത്മാവായ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം ഏറ്റവും ആഘോഷപരമായിട്ട് എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലും ഈ രാജ്യമെമ്പാടും ഒന്നാകെ ആഘോഷിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ദിനമാണ്. നമുക്കറിയാം ഗാന്ധിജി ആരെന്നും ഗാന്ധിജി എന്തായിരുന്നു എന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഗാന്ധിജി മഹാത്മാവ് എന്നതിലുപരി ഗാന്ധിജി ശരിക്കും ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുവാനും അഹിംസയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ എന്നും അനവരതം പ്രയത്നിച്ച മഹാത്മാവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബൂത്ത് പ്രസിഡന്റ് ബൈജു അഴിക്കണ്ണയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് ജോയി കാട്ടുവള്ളിപ്പറമ്പിൽ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ്, DCC മെമ്പർ അനീഷ് കിഴക്കേൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിറ്റി സജി, മണ്ഡലം ജനറൽ സെക്രട്ടറി സത്യദാസ് ജോസഫ് എന്നിവർ ആശംസയും വാർഡ് മെമ്പർ ദിവ്യ അനീഷ് കൃതജ്ഞതയും അറിയിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് മെമ്പർ CDS ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോഡും പരിസരങ്ങളും വൃത്തിയാക്കി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിന്റെ ജീവിത ദർശനങ്ങളായ സത്യം, അഹിംസ, സേവനം. ന്യൂസ് ബ്യൂറോ, മണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കളക്ടറേറ്റ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പുഷ്പാർച്ചന നടത്തി. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി കന്നി 20 പെരുന്നാളിന് തുടക്കമായി 16 കണക്കിന് വിശ്വാസികളാണ് കാൽനടയായും അല്ലാതെയും ഒഴുകിയെത്തിയത്. നിർധന കുടുംബത്തിന് കൈത്താങ്ങായി തൊടുപുഴ ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയും KSEBയും ഇടിവെട്ടിയിൽ താമസിക്കുന്ന തങ്കമ്മ രാമകൃഷ്ണന്റെ ഭവനത്തിലാണ് സൗജന്യമായി വയറിംഗ് പൂർത്തീകരിച്ച് വൈദ്യുതീകരണം നടത്തിയത്.
കേരള കോൺഗ്രസ് എം പാർട്ടിക്കെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി. IMA തൊടുപുഴ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ആർ രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.